ഇത് ഉറൂഷിയാണോ കൽപ്പനയാണോ? അപ്പൊ എന്റെ മസാജിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാൻ പറയാനും ആരുമില്ലേ? ഇല്ല, ആ അതിന്റെ കുഴപ്പാ. ഇത് ലൈക്ക് ഒരു പ്രൈവറ്റ് മസാജ് അങ്ങനത്തെ സംഭവമാണ്. ലൈക്ക് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം, സിംഗിൾ ആയിട്ടാണെങ്കിൽ സിംഗിൾ ആയിട്ട് ചെയ്യാം. നമുക്കങ്ങ് സുഖിക്കണം. നേരെ ചൊവ്വേ തുണി കൊടുത്ത് നടക്കുവോ, ഇല്ലെങ്കിൽ പരുന്നുകാരെ പോകും. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, അവിടെ എന്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അടിപൊളി ഫീലാണ്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഈ ഒരു സാധനമൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൊച്ചി അവിടെയാണ് അവിടെ പോയി കിടത്തും. അതാണ് പ്ലേ ഗ്രൗണ്ട്. എന്നാണ് ചെയ്യുന്നത്. കണ്ടോ അവരുടെ ബോഡിയൊക്കെ നോക്കി, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫുള്ളും മരമൊക്കെ ഉള്ളതുകൊണ്ട്, നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡും ആണ്. ശരിക്കും നല്ല റിലാക്സാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ആളിതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തോ കഴുത്തിലൊക്കെ എന്തോ സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ആരോടും പറയണ്ട, നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയാ. സത്യം പറയണ്ടായിരുന്നു. യൂഷ്വലി കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വൈബായിരിക്കും. ഇവിടെയൊക്കെ ഈ ഒരു വെള്ളത്തിൽ മൊത്തം നിറയെ ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ആയിരിക്കും ചെയ്തത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നിട്ടാ ചെയ്യുന്നത്. ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈശ്വര, ഇതാണ് ന്യൂ ജനറേഷൻ. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്തെല്ലാം കാണണോ? തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അവര് നമ്മളുടെ കൈയെല്ലാം പിടിച്ചു കൊണ്ടുപോട്ടോ. ഇവിടെ ഇങ്ങനെ വലിയ സൈസൊക്കെ ഉള്ള ആൾക്കാരാണ് വന്നിട്ട് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത്. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. പിള്ളേച്ച ശവത്തെ കുത്തരുത്. മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ആക്ച്വലി ഞാൻ വോയിസ് ഓവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാൻ പകുതിയും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്രയും നമുക്ക് ആ ഒരു റിലീഫ് കിട്ടും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമ്മൾ അറിയാണ്ട് നമ്മൾ ഉറങ്ങിപ്പോകും. കണ്ടോ സാറേ? ഇത്തിരി എന്ത് കണ്ടോന്ന്? അല്ല, നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. നമ്മുടെ മേലെടുത്ത ജാനുവമ്മയുടെ മോള ഭർത്താവ് ഉപേക്ഷിച്ച് നിൽക്കുക, അത്ര ശരിയല്ല. ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം കുറേ നടക്കുന്നല്ലേ, അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ്. എനിക്കെന്തോ പോലെ എല്ലാം കുറേ നടക്കുന്നല്ലേ, അപ്പോൾ കാലിനെല്ലാം മസാജ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി ഫീലാണ് കേട്ടോ. പിന്നെ ആൺകുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഫുള്ള് ഭയങ്കര റഫായിരിക്കുന്നു. പക്ഷേ സോഫ്റ്റ് ആയിട്ടുള്ള തന്നെയാണ് അവർ ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡും ആണ്. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില്? അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? ഉടനെ അവരെ ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവർ ശരീരമൊക്കെ കാണുമ്പോൾ വിചാരിക്കും തീരെ സോഫ്റ്റ് അല്ല എന്നുള്ളത്. പക്ഷെ സോഫ്റ്റാണ്. ഞാൻ പൊതുവെ ഞാൻ ചെയ്തിട്ടുള്ള മൊത്തം പെൺകുട്ടികളെ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ഒരു ആൺകുട്ടിയെ വെച്ച് അങ്ങനെ മസാജ് ചെയ്യുന്നത്. കുറച്ച് രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ കുറച്ച്, ഗാന, അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലാണ് ഇത് ഷിയ ബട്ടറിന്റെ ഒറിജിനൽ സാധനം ഉള്ളത്. മസാജ് ചെയ്യാത്തവർ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി മസാജ് ചെയ്യണം കേട്ടോ. ഫുൾ മസാജ് ഉണ്ട്, ഗ്രൂപ്പ് മസാജ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് മസാജുകളും ഇവർക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ അത് നല്ല അടികൊള്ളാത്തതിന്റെ. നമ്മുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പം എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കാലിൽ പെയിൻ ഉണ്ട്, ബാക്ക് പെയിൻ ഉണ്ട്. അതെല്ലാം ആ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ബാക്ക് പാക്ക് എടുത്ത് നടന്നിട്ട് ഇവിടെ കിളികളുടെ സൗണ്ടും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഫുള്ളി നാച്ചുറലി അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഓൾമോസ്റ്റ് മസാജ് എല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇവർ തുടങ്ങിയ പോലെ തന്നെ വീണ്ടും ഈ ഒരു ഇല വെച്ചിട്ട് വീശിക്കൊണ്ടേയിരിക്കും. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ആ തണുപ്പിലും ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടിലും നല്ല കൂളിംഗ് എഫക്റ്റും അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി. ഫൈനലി അങ്ങനെ മസാജ് എല്ലാം കഴിഞ്ഞു. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചു വിട്ടിരിക്കുന്നത് പോയി.